ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പ ഉലർത്തിയതാണ്. അതിനായിട്ട് ഞാനിവിടെ കപ്പയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി കപ്പ ഉലർത്തിയത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് നമ്മളുണ്ടല്ലോ കുറച്ചധികം ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പാകത്തിന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഈ ഒരു പാകത്തിലെത്തുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി അത് നല്ല പോലെ ഈ ഒരു പാകത്തിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. കപ്പ ഈ ഒരു പാകത്തിനാണ് കേട്ടോ വെന്ത് കിട്ടേണ്ടത്. ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കപ്പ ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല മധുരമുള്ള കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.